പേറ് നടന്നിരിക്കുകയാണ്. പരസ്യ പേറ്. പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ്. തുടക്കത്തിലെ പറയാം, ഇത് ശരിയാണോ എനിക്കറിയില്ല. നമസ്കാരം. പ്രസവം ഒരു വിഷയമാണോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളം യൂട്യൂബേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെലിവറി വ്ളോഗുകളെ പറ്റിയിട്ടാണ്, പ്രസവ വീഡിയോസിനെ പറ്റിയിട്ടാണ്. അതിന് കാരണം 1-2 ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഡെലിവറി വ്ളോഗ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറലായതും ട്രെൻഡിങ് ആയതും ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗ് തന്നെയാണ്. 7 മില്യൺ ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാരിലേക്ക് ആ ഒരു വീഡിയോ എത്തി, അത്രയും ആ വീഡിയോ ട്രെൻഡിങ് ആയി. അപ്പൊ അതിനുശേഷം ഒരുപാട് ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, അത് ചെയ്തത് നന്നായി എന്ന് പറയുന്നതുണ്ട്. 2 പക്ഷമുണ്ട്. അപ്പം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ പറയുന്നത് ഇതൊരു സ്ത്രീയുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യമാണ്, അതൊരിക്കലും നാട്ടുകാരെ കാണിക്കാൻ പാടില്ല, അത് തെറ്റായിപ്പോയി, വളരെ വൾഗർ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്തത് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇനി മറുവിഭാഗം എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഇത്രയും പവിത്രമായിട്ടുള്ളൊരു മൊമെന്റ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് അതിലൂടെ നല്ല ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈവൻ പുരുഷന്മാർക്കും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇമോഷൻ പുരുഷന്മാരുടെ ഉള്ളിലൂടെയും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്ന് പറയുന്ന മറുപക്ഷം. അങ്ങനെ 2 പക്ഷമുണ്ട്. ഞാൻ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് ഇന്നലെ ഇട്ട വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്. ഞാൻ ആദ്യം ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിലെനിക്ക് ഒരു തെറ്റും തോന്നിയില്ല, അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കുറെ ആൾക്കാർ വൾഗറാണ്, ഇത് വൾഗറായി പോയി, ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന വ്യക്തി, അയാള് ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. ഭയങ്കര വൾഗറായിട്ട് ചിത്രീകരിച്ചേക്കാണ് ദിയാകൃഷ്ണ എന്തോ മോശപ്പെട്ട വൃത്തികെട്ട കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ യൂട്യൂബ് വീഡിയോസ് ഇട്ടേക്കുന്നത്. ആൻഡ് ദിയാകൃഷ്ണയുടെ പ്രസവത്തെ പോൺ വീഡിയോയുമായിട്ട് വരെ കമ്പയർ ചെയ്തേക്കാണ്. ഈ പ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും പവിത്രമായ പുണ്യമായ ഒരു സംഭവമായിട്ടാണ് എല്ലാ ആൾക്കാരും പോർട്രേ ചെയ്തത്. അതൊരു കുഞ്ഞ് ജനിക്കുക, ഒരു ജീവൻ ഭൂമിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്രയും പുണ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അത്രയും ഇമോഷണലുള്ള അത്രയും സ്നേഹവും എല്ലാ കാര്യവും കൂടി ഒത്തിണങ്ങിയ ഒരു മൊമെന്റ് ആണ്. ആ മൊമെന്റ് എന്ന് പറയുമ്പോൾ അത്രയും പവിത്രമായ മൊമെന്റ് ആണ്. അത്രയും പവിത്രമായ മൊമെന്റ് ആൾക്കാർ കണ്ടു എന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. മാത്രമല്ല ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ വൾഗറായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു വൾഗർ എലമെന്റ് പോലും ആ വീഡിയോയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനില്ല. പിന്നെ എന്തിനാണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ദിയാകൃഷ്ണയുടെ ഡെലിവറി വ്ളോഗിനെ ചിത്രീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദിയാകൃഷ്ണയുടെ ഡെലിവറി വ്ളോഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് എ ഫാന്റസി. സാധാരണക്കാർക്ക് അതൊരു ഫാന്റസിയാണ്, സാധാരണക്കാർക്ക് അതൊരു വെറൊരു ഫിക്ഷനാണ്. അതായത് നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡെലിവറി വ്ളോഗാണത്. കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഡെലിവറി നടത്താൻ പറ്റും. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലൊന്നും ഡെലിവറി നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. പക്ഷേ എന്നാൽ പോലും ഒരു പ്രസവ സമയത്ത് ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീയുടെ ഒപ്പം ഭർത്താവെങ്കിലും കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ഇമോഷൻ പല ഭർത്താക്കന്മാരിലേക്കും അല്ലെങ്കിൽ പല പുരുഷന്മാരിലേക്കും ഉണ്ടാക്കിയെടുക്കാൻ ദിയ കൃഷ്ണയുടെ ആ വീഡിയോയിൽ നിന്ന് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലൂടെ കുറേ ഇൻഫർമേഷൻസ് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനെയൊക്കെ വൾഗറായിട്ട് കാണുന്നവരോട് പലരും ഇതെന്തോ വലിയ വൾഗറായിട്ടുള്ള സംഭവമാണ്, ഒരിക്കലും ഡെലിവറി വേറെ ആരും കാണാൻ പാടില്ല, ഈവൻ ഭർത്താക്കന്മാർ പോലും ഭാര്യയുടെ ഡെലിവറി കാണാൻ പാടില്ല എന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ട് കാലത്ത് ഈ ഡെലിവറി റൂമിന്റെ 7 അയലത്തേക്ക് പോലും ഭർത്താക്കന്മാരെ അടുപ്പിക്കത്തില്ല. ഈവൻ ഭാര്യ പ്രസവിച്ച് കിടന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ കാണാൻ പോലും പോകാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഈ ആണുങ്ങളിലേക്ക് ഈ മൈൻഡ് സെറ്റ് കുത്തി നിറയ്ക്കുന്നത് ഓൾഡ് ജനറേഷൻ ആയിരിക്കും. അവരുടെ വീട്ടിലുള്ള ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പറയും ഒരിക്കലും നീ കാണാൻ പോകാൻ പാടില്ല, എന്തോ വലിയ മഹാപാപമാണ്, എന്തോ വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നൊക്കെ പുരുഷന്മാരെ അകറ്റി നിർത്തുമായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുരുഷന്മാരെ അകറ്റി നിർത്തുന്നതിലൂടെ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഈ ഇമോഷൻ എന്താണെന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് ഇവർക്ക് മനസ്സിലാവത്തില്ല. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അവൾ എന്ത് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, എന്ത് ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആ പുരുഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും ഇമോഷണൽ ബോണ്ട് ആ സ്ത്രീയുമായിട്ട് ആ പുരുഷൻ ഉണ്ടാവുകയാണ്. സ്വന്തം ഭാര്യയുമായിട്ട് അത്രയും ഇമോഷണൽ ബോണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ അവൻ പ്രസന്റ് ആയിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആ മൊമെന്റിൽ പുരുഷൻ അവിടെ ഉണ്ടായിരിക്കണം, അത് അവനും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരച്ഛനാവുക, വെറുതെ അങ്ങ് അച്ഛനാവുകയല്ല വേണ്ടത്.
ഈ ഇമോഷനിലൂടെയും ഈ സ്ട്രെസ്സിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് അച്ഛനാകുമ്പോൾ അത്രയും ആത്മബന്ധം ഭാര്യയോടും സ്വന്തം കുഞ്ഞിനോടും ആ പുരുഷന്റെ ഉള്ളിൽ ഡെവലപ്പ് ആകും. ബൂംബാങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരൻ്റെ വൈഫിന്റെ സെക്കൻഡ് ഡെലിവറി ഇതേപോലെ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് C-section ആണ്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഭാഗം ഒന്ന് കാണിച്ചു തരാം. തന്നെയാണ് കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരിക്കും. നമ്മൾ മറ്റുള്ള പല സന്തോഷങ്ങളും വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കല്യാണം, ബർത്ത്ഡേ, മാമോദീസ, സൈരലേപനം, ചരട് കെട്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രസവം എന്ന് പറയുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് പ്രസവം എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിങ്ങുണ്ടായ ഒരു സമയമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ എൻ്റെയും ഗോൾഡയുടെയും ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിങ്ങുണ്ടായ ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അല്ലേ, അത് ഉണ്ടാവാൻ പോകുന്ന ആളുകൾക്കൊക്കെ ആ ഒരു മൊമെൻ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ് നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക എക്സ്റ്റസി, ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ മൊമെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്തോഷ നിമിഷം നമുക്ക് മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക്, അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു മെയിൽ പാർട്ട്ണർക്ക് ഇതൊന്നും കാണാൻ പാടില്ല. അന്യം നിന്ന് ഇതൊന്നും ഇത് ആണുങ്ങൾ കാണേണ്ട ഒരു സംഗതിയല്ല, ഇത് പെണ്ണുങ്ങൾ മാത്രമാണ് കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലെ ആൻറ്റിമാർ, നേഴ്സുമാർ മാത്രം കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഒരു അച്ഛനും അമ്മയാകുന്ന നിമിഷത്തിൽ ഒരു ഭാര്യ ഗർഭിണിയായി പ്രസവിക്കുന്ന അതേ ഇമോഷനിലൂടെ ഒരു ഭർത്താവ് കടന്നു പോകുന്ന സമയത്ത് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കുഞ്ഞുമായിട്ടുള്ള അച്ഛൻ്റെ ബോണ്ടിൽ അത് എത്ര കണ്ടതിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ടു ബി ദെയർ. എന്ന് മാത്രമല്ല, ഒരു സ്നേഹമുള്ള കുടുംബത്തിലാണെങ്കിൽ, ഒരു സ്നേഹമുള്ള ഭാര്യ ഭർത്തൃ റിലേഷൻ ആണ് എങ്കിൽ ആ സമയത്ത് ഒരു ഭാര്യയ്ക്ക്, അതിപ്പോൾ C-section ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, ഭാര്യയ്ക്ക് വേണ്ട എല്ലാവിധ മോറൽ സപ്പോർട്ടും കോൺഫിഡൻസും കൊടുക്കാൻ പറ്റിയ, ഭർത്താവിനോളം പറ്റിയ ഒരാൾ വേറെ ഇല്ല. കണ്ടോ, പറയേണ്ട കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഈ വീഡിയോസിലൂടെ ഈ ഒരു ഇമോഷൻ പല പുരുഷന്മാർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ ആ പുരുഷന്മാർക്ക് അത് കിട്ടുന്ന സമയത്ത് അത് സ്ത്രീകൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. കാരണം പ്രസവം എന്ന് പറയുന്ന അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള, അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് പലപ്പോഴും കടന്നു പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഭർത്താക്കന്മാരെ അകത്തേക്ക് പോലും കയറ്റത്തില്ല. അങ്ങനൊരു അന്തരീക്ഷമാണ്. അപ്പോൾ വെളിയിൽ ഇരിക്കുന്ന ഭർത്താവ് ഈ ഒരു ഇമോഷൻ എന്താണെന്നുള്ളത് അറിയുന്നില്ല, ഈ ഒരു പെയിൻ എന്താണെന്നുള്ളത് അറിയുന്നില്ല. അതേസമയം ഭർത്താവ് സ്ത്രീയുടെ ഒപ്പമാണ് ഉള്ളതെങ്കിൽ ആ ഒരു ഇമോഷൻ എന്താണെന്നുള്ളതും ആ പെയിൻ എന്താണെന്നുള്ളതും ആ സമയത്തുണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ്സ്, ഇതെന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അത് ആ ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ഭയങ്കര സപ്പോർട്ടാണ്. ഒരു മോറൽ സപ്പോർട്ട്, ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യും. അത്രയും പേടിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് അടുത്തുണ്ട് അല്ലെങ്കിൽ അമ്മ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പകർന്നു നൽകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസിലൂടെയൊക്കെ സാധിക്കുന്നുണ്ട്. അവരത് കാശിന് വേണ്ടിയിട്ടായിരിക്കാം ഇട്ടേക്കുന്നത്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വൈറലാകാൻ വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അതായിരിക്കും. പക്ഷെ അത് മാത്രമാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഭയങ്കര ഇൻഫോർമേറ്റീവാണ്, നല്ലതാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ വൾഗാരിറ്റി കാണണം അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള എലമെന്റ് കണ്ടെത്തണം, കണ്ടുപിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അത് കാണുന്നവർക്ക് ചിലപ്പോൾ അതിനകത്ത് വൾഗാരിറ്റി കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷേ യാതൊരു രീതിയിലും അതിനകത്ത് വൾഗാരിറ്റി കണ്ടുപിടിക്കാതെ നോർമലായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനകത്ത് വൾഗറായിട്ടുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി ഈ ബൂംബാങ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എക്സാക്റ്റ് ആ C-section ഡെലിവറിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. അല്ലാതെ ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ആയിട്ട് ആരും കാണാൻ പാടില്ലാത്ത ഒരു സംഭവമായിട്ട് ഒതുങ്ങി പോകാതെ ഇത് എല്ലാവരും കാണുന്ന സാധനമാണ്, ഇത് കാണേണ്ടതാണ്, ഇതൊരു ഇൻഫർമേഷനാണ് എന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ ഇത്തരം ഡെലിവറി വ്ലോഗ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആണുങ്ങൾ അതിൻ്റെ ഏഴയലത്തേക്ക് പോലും പോകാൻ പാടില്ല, പാപമാണ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്, ഒരേപോലെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് ആൾക്കാർ മാറുന്നുണ്ട്. അതിന് ഇത്തരം വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്.